അയ്യോ, ദേ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മീൻ കറി വെക്കുന്നതോ മീൻ പിടിക്കുന്നതോ ഒന്നുമല്ല, മറിച്ച് ഞങ്ങൾ വീട്ടിൽ കുറച്ച് മീൻ വളർത്തുന്നുണ്ട്, ഹോബിയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ടാങ്ക് ഇതാണ്. അപ്പോൾ ഇതിലെന്താണുള്ളതെന്ന് ആദ്യം കാണിച്ചു തരാം. ഈ കിടക്കുന്ന പായലിൻ്റെ പേരാണ് വാട്ടർ ക്യാബേജ്. അപ്പോൾ ഇതിന് മുകളിൽ കവർ ചെയ്തിട്ടിരിക്കുവാണ്. കൊക്കോ, കീരിയോ, കാക്കയും പിന്നെ പൂച്ചയൊന്നും ശല്യം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് അന്നേരം വലയിടണ്ട. ഇതിൽ കിടക്കുന്നത് കാർപ്പാണ് കേട്ടോ. 2 കാർപ്പേ ഉള്ളൂ. 4 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം ഇതിനെ കൊക്ക് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം മുകളിൽ ഫുള്ള് ഞാൻ ഈ പായലിട്ട് സ്പ്രെഡ് ചെയ്ത്, അപ്പോൾ അതൊരു കവറിങ് പോലെ കിടക്കും. നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഈ ഫിഷ്. നമ്മുടെ കൂടെ നന്നായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് ഫീഡ് എടുത്തിട്ട് പോവും. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, നമ്മൾ ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ തന്നെ അവർ വന്ന് കയ്യിൽ നിന്ന് വന്ന് കഴിച്ചിട്ട് പോകും. ഇതിലിപ്പോൾ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ കോഴിക്കാർപ്പിനെ ഇത് സാധാ ഇന്ത്യൻ കാർപ്പാണ് കേട്ടോ. ഞാൻ കോഴിക്കാർപ്പിനെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്നവൻ ദാണ്ടെ ഇതാണ്, ഒരു 3 കളർ ഷെയ്ഡ് വരുന്നതാണ്. നമുക്ക് അതിൽ തന്നെ ഇടാം. ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ ടാങ്ക് കാണിച്ചു തരാം. ഇത് ഒരു ചെറിയ അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ. ഇത് ഹാർബറിൽ നിന്ന് ഫിഷൊക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ വളർത്തുന്നത് ഇതിൻ്റെ അറ്റത്തൊക്കെ പറ്റിയിരിക്കുന്നുണ്ടോ. ആപ്പിൾ സ്നെയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ സ്നെയിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇതും ഒരു അക്വേറിയത്തിലൊക്കെ നമുക്ക് വളർത്താം. ഇത് നല്ല വലിയ സൈസാവും, അത്യാവശ്യം നല്ല വലിയ സൈസാവുന്നതാണ് കേട്ടോ. ഇത് മുട്ടയിട്ടാണ് വളരുന്നത്. മുട്ടയിട്ടാണ് പുതിയ ഒച്ചുകൾ ഉണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ വലുതുണ്ടായിരുന്നു. ഇതിൽ മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും മീനിടും, കാരണം അല്ലെങ്കിൽ കൊതുക് വരും. ഇനി അടുത്ത ടാങ്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു പ്ലാന്റ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇത് മെക്സിക്കൻ സോഡാണ്, മെക്സിക്കൻ ഓർ ആമസോൺ സോഡ്, ഇതിലേതോ ഒന്നാണ് കേട്ടോ. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ചെറിയ. അപ്പോൾ അതിൽ അതിൽ മീനുകളുണ്ട് കേട്ടോ. ഇനി നമുക്കടുത്ത് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഈ ചെടിയുടെ ഈ ഇലയൊക്കെ കണ്ടോ, ഈ ഇലയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ. ഇത് കാറ്റടിച്ചിട്ട് കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഈ ഇലയിലൊക്കെ നമ്മൾ എപ്പോൾ തൊട്ടാലും ഉപ്പുരസം ഉണ്ടായിരിക്കും. ഒരു നനവ് എപ്പോഴും നമുക്ക് ഈ ഇലയിലെല്ലാം ഫീൽ ചെയ്യും. കണ്ടോ, കരിഞ്ഞിരിക്കുന്നുണ്ടോ. ഇത് ഈ കാറ്റിൻ്റെയാണ്. നന്നായിട്ടിപ്പോൾ കാറ്റ് വീശുന്നുണ്ട്. ഇനി വേറൊരു ടാങ്ക് കാണിച്ചു തരാം. ഇതിൽ ഗോൾഡ് ഫിഷ് പ്ലേറ്റിയൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയെ പ്രായമാവുന്നുള്ളൂ. 4 ഗോൾഡ് ഫിഷിനെ. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവർക്ക് നമുക്കിത്തിരി തീറ്റ കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഈ ടാങ്കിലേക്ക് ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സുള്ള കുറച്ച് ഗോൾഡ് ഫിഷിനെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. ഫിഷസ് പണ്ടേ ഒരു ക്രൈസാണ്. ഇനി നമുക്ക് അടുത്ത
ഷ്രിമ്പിനെ കാണിച്ചു തരാം. കൊഞ്ച് വളർത്തുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ ഇനി അതിനെ കാണിച്ചു തരാം. എല്ലാ ടാങ്കും വലയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവിടെ കീരി അല്ലെങ്കിൽ പൂച്ചയൊക്കെ വന്ന് പിടിച്ചിട്ട് പോകും. ആ ടാങ്ക് ഫുള്ള് പ്ലാന്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഒന്നിനെയും പിടിക്കാൻ പറ്റില്ല ഒന്നിനും. ഇനി അടുത്തത് ഇതും നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ്. അതിന് ഞാൻ ബ്ലാക്ക് കളറാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇതിൽ വെച്ചിരിക്കുന്നത് ആമ്പലാണ് കേട്ടോ. തൈ വാങ്ങി വെച്ചതാണ്. ഒരുപാട് പൂ ഡെയിലി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ തൈകൾ എൻ്റെ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലിട്ടിരിക്കുന്നത് നമ്മുടെ നാടൻ സാരിഗപ്പിയാണ്. സാരിഗപ്പിയുണ്ട്, പിന്നെ നമ്മുടെ മിക്സഡ് ഗപ്പീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് അധികം ഉണ്ട്. ഇവരും നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. നല്ല രസമാണ്. നമുക്ക് ടൈം പാസിനൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു കാര്യമാണ്. മെൻ്റൽ റിലാക്സേഷനും ഒക്കെ പറ്റിയൊരു കാര്യമാണ്. കുറച്ച് ഫിഷിനെ വളർത്തുക, കുറച്ച് തീറ്റ കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അതിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇവർക്കൊക്കെ ഞാൻ എന്നും മുടങ്ങാതെ ഫുഡ് കൊടുക്കും കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങിയിട്ട് ആദ്യം അതാണ് ജോലി. പിന്നീടുള്ള തിരക്കുകളുടെ ഇടയിൽ അത് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗപ്പീസാണ് ഇതിനകത്തുള്ളത്. ഫീമെയിൽസാണ് കൂടുതൽ, മെയിൽസ് കുറവാണ്. ഇനി അടുത്തത് ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ഷ്രിമ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ച്. ഇതിൽ കിടക്കുന്ന വെറൈറ്റിയുടെ പേര് റെഡ് ചെറി ഷ്രിമ്പാണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഓൺലൈൻ കൊറിയർ വഴി എനിക്ക് വീട്ടിലെത്തി കിട്ടിയ സാധനമാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചെറുതായിട്ട് നന്നായിട്ട് നോക്കി നമ്മുടെ ക്യാമറ ഇപ്പോൾ ഞാൻ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഞാൻ അവിടെ നോക്കി ആ സൈഡിനൊരെണ്ണം എൻ്റെ കൈയുടെ അറ്റത്തൊരെണ്ണം ഇരിക്കുന്നുണ്ടോ, ദേ ഒരെണ്ണം ഓടി പോകുന്നുണ്ട്. ഇനി ഞാൻ ഇതിനെ കുറച്ച് പിടിച്ചിട്ട് ഒരു നല്ലൊരു പാത്രത്തിലിട്ടിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കളറ്. റെഡ് ചെറി ഷ്രിമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മുട്ടയിട്ടാണ് ഇതിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായി വരിക. ഇവിടെ ഞാൻ ആകെ ഒരു 8-10 വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കാണിച്ച ടാങ്ക് നിറയെ ആയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളുമുണ്ട്. ഇതിനും ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. ഫിഷിന് കൊടുക്കുന്ന ഫുഡും അല്ലാതെ ഷ്രിമ്പിന് കൊടുക്കുന്ന ഫുഡും ഒക്കെ ചേർത്തിട്ടാണ് ഇതിനും കൊടുക്കുന്നത്. നന്നായിട്ട് പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിലാണെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾ പെട്ടെന്ന് പെറ്റുപെരുകും. നല്ല രീതിയിൽ മുട്ടയിട്ട് പെരുകും. അപ്പോൾ ഇതാണ് ഷ്രിമ്പ്. ഞാനിവിടെ ഇവർക്കെല്ലാം കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഗ്രോവലും പിന്നെ ഒരു 3-4 ടൈപ്പ് വേറെ ഫുഡെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഷ്രിമ്പിനായാലും ബാക്കിയുള്ള ഫിഷസിനായാലും. ഇത് ഞാൻ വാങ്ങിയ ആളിൻ്റെ ഡീറ്റെയിൽസ്, ഫാഹിദ എന്ന് പറഞ്ഞ ആളുടെ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ആളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. അവരെവിടെയാണെങ്കിലും കൊറിയർ അയച്ച് സാധനം തരും. നല്ല ക്വാളിറ്റിയുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഈ 2 ടാങ്ക് വിരിക്കുന്ന സ്ഥലത്ത് ഞാനത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വലിയൊരു ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ട് കുറച്ച് കോഴിക്കാർപ്പിനെ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ പുറമേ വരുന്നതായിരിക്കും. ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ എത്ര അടുത്താണ് കടലെന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ആ കാണുന്നത് സീ വാളാണ്. അതിന് മുകളിലാണ് നമ്മൾ കയറി നിൽക്കാറുള്ളത്. കാണിച്ചു തരാം. വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കയറ്റം സമയമാണ്. നല്ല വെയിലാണ്, നല്ല കടലുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വെള്ളം തെറിച്ച് വീഴാറുണ്ട്. അപ്പോൾ ഇത്രയും അടുത്താണ് കടൽ. നമ്മൾ ഈ സ്പോട്ടിൽ ഇവിടെ നമ്മൾ ചൂണ്ടയിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചൂണ്ട ഇടുന്നുണ്ട്, നല്ല രീതിയിൽ മീനും കിട്ടുന്നുണ്ട്. അപ്പോൾ
ഇവിടെ ചൂണ്ടയിടുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിൽ. ഇപ്പോൾ നല്ല കയറ്റ സമയമാണ് കേട്ടോ. ഈ സമയത്തല്ല ചൂണ്ടയിടുന്നത്, നമ്മൾ രാവിലെയാണ് ചൂണ്ടയിടുന്നത്. ഈ സമയത്ത് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ കടലിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഫുള്ള് നനയും. പിന്നെ ഈ ചൂണ്ട അങ്ങ് കല്ലിൻ്റെ ഇടയ്ക്കെല്ലാം ഉടക്കിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളത് കൊണ്ട് കയറ്റമുള്ള സമയത്ത് കടൽ കയറ്റമുള്ള സമയത്ത് നമ്മൾ ചൂണ്ടയിടില്ല. കടൽ നന്നായിട്ട് ഇറക്കം, വെള്ളം നന്നായിട്ട് വലിഞ്ഞ് പദം കിടക്കുന്ന സമയമുണ്ട്. പദമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താന്ന് കിടക്കുന്ന സമയമുണ്ട്. ആ ടൈമിലാണ്, അതെന്ന് പറയുന്നത് മോർണിംഗ് ടൈമാണ്. ഇപ്പം ആ ടൈമിലാണ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും നമുക്ക് പിന്നെ കാണുന്നത് വരേക്കും ബൈ ബൈ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.